ഹേ ഗെയ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ദ ബേബി ഇൻ ദ യെല്ലോ. അതെ, ഒരു നല്ലവനായ ചെറുക്കനെ നമ്മളിന്ന് ബേബി സിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ അവനെ നന്നായിട്ട് നോക്കിയെന്നറിയാൻ വീഡിയോ അവസാനം വരെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഗെയ്സ്, നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണ്. ഓക്കേ, ലിഫ്റ്റിലാണല്ലോ. പ്രസ് ചെയ്തില്ലേതാ പ്രസ് ചെയ്യണ്ടേ? അവരെന്തൊക്കെയോ നമ്മളോട് കുറെ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. സീ ടോപ്പ് ലെഫ്റ്റ് ഓൺ ദ സ്ക്രീൻ ഫോർ ഒബ്ജക്റ്റീവ്സ്. എക്സിറ്റ് എലിവേറ്റർ ഫൈൻഡ് അപ്പാർട്ട്മെൻറ്റ് 10. നമ്മളോട് അപ്പാർട്ട്മെൻറ്റ് 10 കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 10 ഇത് എത്ര? 7 8. അതാണ്ട്. ഹലോ, കീ എവിടെ? കോളിംഗ് ബിൽ അടിച്ചാലോ? അല്ല, എൻ്റർ ദ അപ്പാർട്ട്മെൻറ്റ്, ചെക്ക് അണ്ടർ ദ പ്ലാൻ പോട്ട്. ആടെ ബൊമ്മാളെ കണ്ടിരിക്കുന്നു, ഒളിപ്പിച്ച് വെച്ചേക്കുവാ. കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തോണ്ട് സിമ്പിളായിട്ട് പോകും, അടിയാതെ കാല് കെട്ടി. ബേബി നെല്ലു. ഓക്കെ, night 1. The sitter, time for bed. The child is what you think. നമ്മൾ തുടങ്ങുകയാണ്. ചെറുക്ക സുഖമാണോ? മേളി ഒബ്ജക്റ്റീവ് കാണിക്കുന്നുണ്ട്. ഫീഡ് ദ ബേബി, ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ഇവിടെ ഉണ്ട്. തുറ. ഇത് കൊള്ളാലോ. ഇവിടെ കുറേ ആന ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ആന ഉണ്ടാക്കി തിന്നാം. കഴിയടാ ഇറക്കാ. കഴി. അയ്യേ, ഇറങ്ങിപ്പോ. മാറുന്നു ചെറുക്കൻ. ചേഞ്ച് ദ ബേബി, ടേക്ക് ചേഞ്ചിങ് ടേബിൾ എവിടാ? ഇതല്ലേ? ഇതാ. ചേഞ്ചിങ് മാൻ. എന്നെ എടുത്തോണ്ട് വരാമേ. ഇവിടുന്നാ തോന്നുന്നു എടുക്കണ്ടേ. എടാ ചെറുക്കാ, ഇത് ഞാനെന്ത് തന്നെ വെള്ളത്തിലെടുക്കല്ലോ കേട്ടോ. ടേക്ക് ബേബി ടു ബെഡ്. നിന്നെ ഞാനിനി ഉറക്കണോ? അവനെ ഉറക്കണമെന്ന് എന്നാറാ എന്നെ. ചെറുക്കനെ ഇട്ടേച്ച് അവൻ്റെ അച്ഛനും അമ്മയും എവിടേക്കോ പോയി. ഇതാണ് അവൻ്റെ ബെഡ്. എന്നിട്ട് ഫൈൻഡ് സ്റ്റോറി ബുക്കാ. അതുകൊണ്ട് ചെറുക്കന് കഥയും പറഞ്ഞു കൊടുത്തു. ഉറക്കുകയും വേണം. അങ്ങനെ വലിയൊരു കഥ കഴിഞ്ഞു. ചെറുക്ക ഉറങ്ങിയോ നീ? ഉറങ്ങി. എന്നാ ശരി, ഇപ്പം ഞാൻ പോവാ. ഓടിക്കോ. വെയിറ്റ് ഫോർ പേരൻസ്. ഇവൻ്റെ അച്ഛനമ്മ ഇവിടെ ഒക്കെ ഉണ്ടോ? വാച്ച് ടി വി ഓൺ ദ സോഫ. ചില്ലിങ്. ടോസ്റ്റി 4000 രൂപ. അയ്യോ, ശരി, ഓഫറൊക്കെ ഇട്ട് തന്നുകൂടെയാണോ? നമ്മൾ ഉറങ്ങിപ്പോവാൻ തോന്നുക. നമ്മൾ ഉറങ്ങി കേട്ടോ. ചെറുക്കൻ കരഞ്ഞു. ഇവന് വേറെ പണി. ചെറുക്കൻ മനുഷ്യൻ ഉറങ്ങട്ട് സമാധാനം ചില്ല് ചെയ്യാന്ന് വിചാരിച്ചപ്പം നീ എന്തിയാടാ? നിന്നെ ഇവിടല്ലേ ഞാൻ കിടത്തിയത്. ഇറങ്ങി നടന്നു. നീ എങ്ങനെ ഇവിടെ വന്നേ? അവിടെ കിടത്തി അവിടെ കിടക്കണം. അവൻ്റെ മുട്ടത്തല കണ്ടില്ലേ?
കറക്റ്റ് പ്ലഷ് ചെയ്യൂ. ഞാൻ പറയട്ടെ, നമ്മളിന്ന് ക്യാറ്റിൻ്റെ കഥയല്ലേ കണ്ടത്, അപ്പോൾ ഇതായിരിക്കും. എനിക്കിതല്ലേ വേണ്ടേ? കണ്ടോ എൻ്റെ ബുദ്ധി കണ്ടോ? പിന്നെ നമുക്ക് ടി വി കാണുമ്പോൾ നൈറ്റ് 1 കഴിഞ്ഞെടുത്ത നൈറ്റ് 2 ആണ്. The child laughing, look, children funny. Sister told you start ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ നൈറ്റ് 2-ല് ഗെറ്റ് ദ ബോട്ടിൽ ഫ്രം ദ ഫ്രിഡ്ജ്. തുറക്കട്ടെ. ചെറുക്കനെ കണ്ടില്ലല്ലോ. എടാ ബോട്ടിൽ കണ്ടുപിടിക്കാനോ? ഫ്രിഡ്ജിനകത്തില്ല. ഇവ എവിടെ കൊണ്ടുപോയി? എടാ ലോക്ക് ചെയ്ത് തുറക്കുന്നില്ലേ? ഇതെന്തൊരു കഷ്ടമാന്ന് പറ. ഇവിടെ എവിടെയെങ്കിലും കാണും. ഇതെന്നാ ഫ്രീ സോളോ? ഓക്കെ, ഇത് തുറക്കാമോ? ചെറുക്കനെ കൊണ്ട് അവന് പാല് കുടിക്കാൻ വേണം. ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കാൻ അറിയാമെങ്കിൽ ഇവന് തന്നെത്താൻ എടുത്താൽ കുടിച്ചാൽ പോരെ. അതാണ്ട് കഴിക്കുന്നത്. പോവാ. ഇത് ലോക്കല്ലേ? അയ്യോ, അവിടെ ഇത്ര നേരം നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. നിനക്ക് തന്നെത്താൻ എടുത്ത് കുടിച്ചൂടെ? ഇപ്പം കണ്ട എൻ്റെ പൊന്നോ, ഒരു ബേബി സിറ്ററായ എന്തൊക്കെ സഹിക്കണം. കട ഇനി ഞാൻ അതിനെ പിടിക്കാൻ പോണോ? ക്യാച്ച് നാപ്പി. നീ കീപ്. എന്തി കൊള്ളാലോ, ഷെഫായോ? ഓടുന്നു. ഇവൻ്റെ ഈ ട്രേസ് നോക്കി അങ്ങ് പോയാൽ മതി. കിണിയാണോ വിളിക്കുന്നത്? ഇവൻ അയ്യോ വഴി മാറിപ്പോയി. അതാണ്ട് കിടക്കുന്നു. ഇടിച്ചങ്ങ് ചത്തു. ഇതെന്നാ പിന്നെ എമർജൻസി ബ്രേക്ക് ഗ്ലാസ്സോ? ഇതൊക്കെ എന്തോ കുറെ പടം ഉണ്ടല്ലോ. നമ്മളിങ്ങോട്ട് വന്നിട്ടുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. ഓക്കെ, ചേഞ്ച് ബേബി. ഓക്കെ ബേബി. ഇവൻ ഓടിപ്പോയല്ലോ. അങ്ങനൊന്നും നോക്കല്ലേ ചെറുക്ക. ചെറുക്ക എന്നെ വല്ലതും ചെയ്തോണ്ടല്ലോ. അവൻ്റെ കണ്ണ് കണ്ടില്ലേ? കുത്തി അങ്ങ് പൊട്ടിക്കണം ഉണ്ടക്കണ്ണ്. നീ കേടാ. ഫൈൻഡ് സ്റ്റോറി ബുക്ക്. ഇന്ന് പുത്തൻ സ്റ്റോറിയാണല്ലോ. റാബി. ഓക്കെ, നമുക്ക് നല്ലൊരു കഥ വായിക്കാം. ചെറുക്ക എനിക്ക് അത്രയും കേട്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത ഒരു പേജ്. നീ എന്നെ എന്തുവാണ് ചെയ്യുന്നത്? ഫുഡ് കറക്റ്റ് പ്ലഷ് ചെയ്യൂ. ഇത് അവിടെ കിടന്നോണം. പിന്നെ വാങ്ങിക്കണോ? പിന്നെ ബുക്ക് എടുത്ത് എറിഞ്ഞിട്ടവൻ പിന്നെ വാങ്ങിക്കാനായി. ഓക്കെ, കണ്ടിന്യൂ. അപ്പോൾ അങ്ങനെ എടുക്കാത്ത പിന്നെയും കഴിഞ്ഞു. ഉറങ്ങിയോ ചേർക്കാൻ? ഉറങ്ങുന്ന കണ്ടില്ലേ? പിന്നെ നമുക്ക് ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ എന്നാണ് പറഞ്ഞേ. കമോൺ, ടി വി കാണാനല്ലേ? അതെ, നമുക്കറിയാം.
നമുക്ക് ശീലമായി, നമുക്കൊരൊറ്റ ദിവസം നിന്നാൽ മതി. എൻ്റെ പൊന്നോ, ഒരുത്തൻ റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കില്ല. ആറാ അത്? ആ ഇതുണ്ട്, ടോസ്റ്റി 4000. ലൈവ് ആയിരുന്നു കേട്ടോ അത്. കറക്റ്റ് ഇങ്ങനെ ഉരുണ്ട് വന്നു. ഇത് ഞാൻ അവനിട്ട് കൊടുത്ത പാവയല്ലേ. പുട്ട് ദ ബോക്സ് ഓൺ ഡൈനിങ് ടേബിൾ എന്നാണ് കാണിക്കുന്നേ. തൽക്കാലം നമുക്കിതിവിടെ വെക്കാം. ചെറുക്ക ഇത്തവൻ കീറിയടാ. ഫൈനലി സം പീസ് ടു വാച്ച് ടി വിയോ. തൽക്കാലം ടി വി കാണാൻ തോന്നുന്നു. ന്യൂസ് കാണാൻ അവിടെ വന്നു. പാവനാണ് അവൻ ഇട്ട് കൊടുത്തല്ലേ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ നൈറ്റ് 3-ലാണ്. ഇപ്പോൾ അവർ പറയുന്ന വാച്ച് ടി വി ഓൺ സോഫ ആണ്. കയറി പേടിപ്പിക്കുന്നു. ഗോ അപ്സ്റ്റേഴ്സ് ആൻഡ് സെറ്റിൽ ദ ബേബി. കേട്ടോ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കേട്ടോ എന്നെ ഒന്നും ചെയ്യില്ലടാ, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലടാ. എങ്ങനെയുണ്ട്? ഇരുന്നാനോടെ വരില്ല പുറകെ. ഓടിക്കോ. സംതിങ് ടു ഈറ്റാ. പെർഹാപ്സ് ചീസ് ടോസ്റ്റിയാ. ശരി, ഓക്കെ. നമ്മളെന്താ ചെയ്യണ്ടേ ചീസ് ടോസ്റ്റിക്ക്? ഇതെന്നെ ഇതൊക്കെ എന്തുവാണ്? ഇത് ക്ലീനപ്പ് ഫുഡ്. ചീസ് ടോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ചീസ് ടോസ്റ്റ് ഉണ്ടാക്കുന്നേ. ഇതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച്? സ്റ്റാർട്ട് വിത്ത് ബ്രെഡ്. ഓക്കെ, ടോസ്റ്റി ഫില്ലിങ്സാ. അതിനകത്ത് എന്ത് ഇടണ്ടേ? ബ്രെഡ് ടു ഫിനിഷ്. നമ്മൾ പാചകക്കാരനെ ആദ്യം നമ്മൾ ചീസ് ഇടാൻ പോവാം. ആദ്യം നമ്മളൊരു ചീസ് ഇടാവുന്നു. പിന്നെ നമുക്ക് തക്കാളി ഇടാം. പോരട്ടെ കേട്ടോ. ഇത് ബേബിയെ സിറ്റ് ചെയ്താൽ വന്നതാണോ അതോ കുക്കിങ്ങിനകത്ത് വന്നതാണ്? ഇതിപ്പോൾ ഹൊറർ ഗെയിം മാറിയിട്ട് കുക്കിംഗ് ഗെയിം ആയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മഷ്റൂം ഇടാം. മഷ്റൂം കഴിഞ്ഞ് പാറ്റി ഇട്ട് നോക്കാം. പാറ്റി ഒന്ന് ഫ്രൈ ചെയ്യണ്ടേ? ഒട്ടാത്തോടെ സ്റ്റക്കായി. ഓക്കെ, അതും ഹാമും ബേസ് ചെയ്തു. ഇനി ഒണിയൻ ഒരു സ്ലൈസ് ഇട്ടു. പിന്നെ അവിടെ എന്തുകൊണ്ടല്ലോ പിന്നെ പിക്കിളാന്ന് തോന്നുന്നു. പിക്കിൾ അതും വെച്ചു. ഇനി ബ്രെഡ് എടുത്ത് മണ്ടയ്ക്ക് വെക്കുക, അടയ്ക്കുക. പെട്ടെന്നാവ് വിശക്കുന്നു. എൻ്റെ പൊന്നു. അതാ പാലുണ്ടാവൻ അങ്ങ് വെച്ചിട്ട് ഫീഡുന്നു. അടക്കില്ല. അവൻ ഡോറടിച്ച് പൂട്ടിയാണ്. നമ്മുടെ ഇരുന്ന പാലും കുപ്പി എന്തി? എടുക്കാൻ ലിഫ്റ്റിനൊക്കെ എൻ്റെ പോസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് പാലും കുപ്പി ഇതെങ്ങനെ എടുക്കുന്നത്? ഔട്ട് ഓഫ് റീച്ച്. നമ്മൾ വേറെ വഴി വരണമെന്ന് തോന്നുന്നു. ഇതൊന്നുമില്ല. എന്തുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞങ്ങ് പോയേനെ. ജസ്റ്റ് മിസ്. ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാം. പിന്നെ നമ്മൾ വന്ന വഴിയേതാ? ഇത് ഞാൻ അപ്പാർട്ട്മെന്റിൻ്റെ അവിടെ എത്തി. എടാ ഞാൻ 10-ലല്ലായിരുന്നു, ഞാൻ 9-ന്നാ വന്നേ. നടക്കിട്ടേ. എന്തിനാ നീ?
എത്തോടെ നിൽക്കാമെന്ന് നീ എന്നെ ഫ്രിഡ്ജിനകത്ത് കൂട്ടിയിട്ടല്ലേ? പിന്നെ ഞാൻ നിനക്ക് വാല് വരുന്നേ ചെറുക്കൻ കണ്ണുണ്ട്. താഴെ വീഴാനില്ല പറഞ്ഞു ദൈവത്തെ ഓർത്ത് പറഞ്ഞ് ഓടല്ലേ. ശിവനെ ബേബി സിറ്റ് ചെയ്യാൻ വന്നത് നമ്മുടെ തെറ്റായ ഐഡിയ. എന്ത് എമർജൻസി മാറിയിരിക്കും. ചെറുക്കനെ കൊണ്ട് എമർജൻസി തുറക്കാനാണ് പറയുന്നത്. അതെടുക്കുക. നീന്തി ചെയ്യേണ്ട പശുസേരി ബേബി ബേബി ഇവിടെ നീങ്ങാനായിട്ട് ചെറുക്കബാ. അവൻ ഇവിടെ മൊത്തം അലം വൃത്തിയോടൊക്കെ ആക്കി. ചെറുക്കം ഉറങ്ങി കേട്ടോ. ഓ ഇങ്ങനത്തെ എമർജൻസിക്ക് ആ സാധനം വെച്ചേക്കുന്ന ഐസി മുമ്പേ അവർ നമ്മളോട് പറഞ്ഞു വേണ്ട. ഇതെവിടാ നീ? ചെറുക്കൻ്റെ ബുക്ക്. നീ എനിക്ക് കഥ വായിച്ചു തരാൻ പോവാണോ? ഇക്കളവിടെ സെറ്റിൽ ബേബി എന്നാണ്. ചെന്തവിടെ അടങ്ങി തീർക്കാം. അടങ്ങ്, നിനക്ക് കഥ വായിച്ചു തരാം. ഗൈസ് നമ്മൾ ഈ രണ്ടെണ്ണം ഇട്ടില്ലേ, അപ്പം ഇപ്രാവശ്യം ആടായിരിക്കും. അയ്യോ താഴെ പോയി. ആടെടുക്കുക ഇടുക. നമ്മളൊരു ബുദ്ധിമാൻ തന്നെ. പ്രിൻസ് ആൻഡ് ഷീപ്പാ. ഓക്കെ. വൺസ് അപ്പോൺ എ ടൈം. It was cold throughout the palace. The moon shone bright outside. The wind, it blew and blew. Oh no. I'm thirsty. Just one more thing, said the prince. ഗുഡ് നൈറ്റ് എന്നോ? ആർക്ക് ഗുഡ് നൈറ്റ്? എടാ അത്രേ ഉള്ളൂ ഗുഡ് നൈറ്റ് എന്ന്. നമ്മുടെ സക്സസ്ഫുള്ളി അതിൻ്റെ ആക്ട് 1 കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.